നീ ഇവിടെ വന്നിട്ടിപ്പോ കാലം കുറെ ആയില്ലേ? പിന്നെ പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ വലിയ സാറല്ലേ ഇങ്ങോട്ട് ല്ലേ ഇപ്പൊ ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട നീ ഇത് ചെയ്യില്ലേ? അണ്ണൻ ധൈര്യമായിട്ട് ചോദിച്ചിരണ, ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. നീ മിലിറ്ററി ചേരാത്തത് ഏതായാലും നന്നായി. ഞാൻ ചേരാത്തതല്ല, അവര് ചേർക്കാഞ്ഞതാ. അത് ഞങ്ങളുടെ ഭാഗ്യം. അതുകൊണ്ടല്ലേ നിന്നെ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ അച്ഛൻ എന്നെ ബ്രോക്കറാക്കി, ഞാനത് സഹിച്ചു. ഇപ്പോഴാ ചെറ്റ നാറി ജട്ടിക്കച്ചവടക്കാരെ കൂടെ എന്നെ ബ്രോക്കറാക്കി. നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണു മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡു ഒക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങളൊരു കണ്ണെങ്കിലും ചോദിക്കുമെന്ന്. കേസ് കൊള്ളാന്നേ ഉള്ളൂ. ഞാൻ ഇന്ത്യയിൽ പാസ്സായ അഡ്വക്കറ്റാ. ആന മെലിഞ്ഞെന്ന് കരുതി തൊഴുത്തിൽ കെട്ടരുതേ. ഒരുപാട് എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് ഭാഗ്യം. എടാ മണ്ട, കണ്ണ് വേണോന്ന് പറഞ്ഞാ ഈ കണ്ണല്ല. നീ ഇന്ന് കാവല് നിൽക്കണോന്നാ പറഞ്ഞത്. കാവല് നിൽക്കാനോ? ആർക്ക്? നമ്മുടെ കല്യാണത്തിന് ശേഷം വക്കീൽ മൂടി വെച്ചോണ്ടിരുന്ന? അല്ല, തുറന്നു കാണിച്ചു. അതല്ലേ കുഴപ്പമായത്. ആദ്യ രാത്രിയിൽ ഉഷ്ണം സഹിക്കും. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇത്രേ ഉള്ളോ? ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ രണ്ട് കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം. 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ കണക്ക് നിക്കണേ? എന്തോന്നോ, വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. 2 ഗന്ധർവന്മാർ, കയ്യിൽ താലവും കൊണ്ട്. പച്ചക്കറിയും പലവും ഞാൻ രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൊക്ക് ദേശം ഇടത്തോട്ട് തിരിച്ച് കുറച്ചുകൂടെ പൊക്ക്. മതി. പൂവും മാലയും ബൊക്കയും നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? വലിയൊരു പ്രേമലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്താരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാ. മുട്ടിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛൻ ഇവിടെ നായ്ക്കളെയാണ് വളർത്തുന്നത്. തിമിംഗലങ്ങളെ അന്ന് ചാടിക്കോ. വേറെ അർത്ഥം കേട്ടോ. ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗൃഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗൃഹനാഥൻ മുതലാളി എന്നാ, എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതുങ്ങി നിൽക്കണേ. ആദ്യം അവളെ പോയി ചെയ്യണ. അവന്റെ ഒരു അങ്ങോട്ടും ആദ്യം പാചകം ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപം എടുത്തിട്ടില്ല. മുത്തച്ഛനാണ്. മുത്തച്ഛൻ കണ്ടില്ലേ? അടി അടി, നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾക്ക് ജന്മനും നീ അറിந்தாയോ, ഒരു മുறை വന്നു പാർത്തായ. കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന തൊള്ള തുറക്കാണ്ട് പാട്ട് വരുമോ? ഇങ്ങനെ എല്ലാ ദിവസവും പാട്ടും കേട്ട് ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ല. ആരെങ്കിലും അറിഞ്ഞ ആകെ പൊല്ലാ പോവും. എടി സംഗതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. നീ ഇവിടുത്തെ വേലക്കാരിയും ഞാൻ അവിടുത്തെ വേലക്കാരനുമാണെങ്കിലും ഒരു കാര്യം നീ ഓർക്കണം, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, നീ ഒരു ഇന്ത്യൻ പൗരൻ. ഒരു ഇന്ത്യൻ പൗരന് ഒരു ഇന്ത്യൻ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് മഹാത്മാഗാന്ധി അന്ന് മേടിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. ഇതേ ദരിദ്രവാസി പോസ്റ്റ് കാർഡിൽ കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖം. ചേച്ചി വന്നു. വിശ്വസിക്കുന്നു, ഇവിടെയും സുഖം അവിടെയും സുഖം. പിന്നെ ഇത് ചുവന്നോണ്ട് കിടക്കുന്ന എനിക്കാണോ അസുഖം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ, ഞാൻ മാജിക് മത്തായി. എന്തിനാ? മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴവേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം. പക്ഷെ പണം തരണം. പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്,
രണ്ട് പ്രേമിച്ച പെണ്ണ്. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല 10 അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം ഐസ്ക്രീം ക്രീം. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എടാ ചത്തേ, എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ്. എന്ന് കരുതി ആയിക്കൂടുന്നുണ്ടോ? ആ ഗുരുശിഷ്യന്മാര് കാരണം ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? പോയി അരി വെക്കണോ കോപ്പേ? ഭ്രാന്ത. ഒന്ന് വേഗം വലിച്ച് കെട്ടടാ. അപ്പോന് ഫോൺ ഇങ്ങ് താമസ ഭ്രാന്ത് വരും. ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ. അപ്പോഴ പോയി വിളിച്ചോണ്ട് പോടാ. ആരെ? നിന്റെ ഹലോ ആളടിയില്ലേ? ഹലോ, ഇയാളെപ്പോഴും എന്റെ അടി കയറിയത്. ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതിനേക്കാളും നല്ല മാജിക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ. ഇയാളെ ഒരു കാര്യം. ഒരു ടവൽ ഒന്ന് വിയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാൽ ഇത് കറുത്ത തുണിയാണോ? അല്ല, ഇതാ ഓം ക്രീം ഐസ്ക്രീം. ഇതാ നീ വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോടാ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും, അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും. ഇംപോസിബിൾ. നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ ഗുരു. കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പോഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പാപ്പച്ചാ, പാപ്പച്ചന്റെ അമ്മ. അമ്മ, അയ്യോ ഭയങ്കര കഷ്ടമായി പോയി. പറഞ്ഞപ്പോ ഞാൻ ആ ചവരി പിറ്റിയായിരുന്നു വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ല്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. പട്ടി. വഴി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ച് തുരത്താൻ നോക്കണ്ട. ഏത് മാപ്പാടാ? ഇന്ത്യയുടെ സൊമാലിയുടെ? ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് സത്യം ചേച്ചി പറഞ്ഞത് ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ. പശുക്കളെ കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത് അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ. ചവിട്ടിക്കാനോ? ആ, ഇവിടെ കുത്തിവെപ്പില്ല, പിന്നെ വിത്തുകാളാ പ്രയോഗമാ. അതിനൊരു വിദഗ്ധ. എന്താ പറയാൻ പോണെന്ന്? എന്നെ പറ, എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാദ്യ പറഞ്ഞതല്ല. ആശാദ്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തല്ലേ. ഇവനെക്കാളും പേടിക്കണം അവനെ. കരിങ്കണ്ണനാ. ആ, ഡോക്ടർ ഓച്ചിറ വേലു. മാനസേശ്വരി, മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പൊ ഓയിൽമെന്റ് തരുന്ന വല്ല സർക്കാർ ആശുപത്രിയാ? ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ? നല്ല തണുപ്പാണല്ലോ. എന്താ എന്താ പറയുന്നോടാ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ദേ